മുസ്ലിം ലീഗ് രാജ്യസഭാ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ പാണക്കാട് തങ്ങളെ സന്ദർശിച്ചു. ഉച്ചയ്ക്ക് 2:30 ഇദ്ദേഹം പാണക്കാട് എത്തിയത്. മുസ്ലിം ലീഗ് രാജ്യസഭാ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ പാണക്കാട് തങ്ങളെ സന്ദർശിച്ചു. ഉച്ചയ്ക്ക് 2:30 ഇദ്ദേഹം പാണക്കാട് എത്തിയത്. ഏറനാട് MLA PK ബഷീറിനൊപ്പമാണ് ഇദ്ദേഹം പാണക്കാട് എത്തിയത്. പാണക്കാട് ബസ്സിലെത്തിയ ഹാരിസ് ബീരാനെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സ്വീകരിച്ചു. വളരെ വലിയ ഉത്തരവാദിത്തമാണ് ഹാരിസ് ബീരാനെ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ ശബ്ദമായി മാറാൻ ഹാരിസ് ബീരാൻ കഴിയണമെന്നും +1 സീറ്റ് പ്രശ്നം മുഖ്യമന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയെയും ധരിപ്പിച്ചിരുന്നു. ആവശ്യമെങ്കിൽ ശക്തമായ സമരം നടത്തുമെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വിജയം ലീഗിനെ മത്തുപിടിപ്പിച്ചിട്ടില്ല, പാർട്ടിക്ക് കൂടുതൽ ഊർജ്ജമാണ് ലഭിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പലതവണ പാണക്കാട് എത്തിയിട്ടുണ്ടെന്നും ഇത്തവണത്തെ സന്ദർശനത്തിന് ഔദ്യോഗിക സ്വഭാവം ഉണ്ടെന്നും ഹാരിസ് ബീരാൻ കൂട്ടിച്ചേർത്തു. നീറ്റ് വിഷയത്തിൽ പഴയ സമ്പ്രദായത്തിലേക്ക് തിരിച്ചു പോകണമെന്നാണ് ലീഗ് നിലപാട്. നീറ്റ് ഫലത്തിൽ എതിരെ MSF നൽകിയ ഹർജി ഫയൽ ചെയ്തു. അനുകൂലമായ തീരുമാനം പ്രതീക്ഷിക്കുന്നതായും ഹാരിസ് ബീരാൻ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. ഹാരിസ് ബീരാനെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഇവിടെ വന്നതാണ്. അദ്ദേഹം പതിവായിട്ട് ഇവിടെ വരാറുണ്ട്. ചെറുപ്പം തൊട്ട് തന്നെ ഹാരിസ് പാണക്കാട്ടെ നിത്യ സന്ദർശകനാണ്. ജ്യേഷ്ഠ ശിഹാബ്ദങ്ങളുള്ള തൊട്ട് തന്നെ അതൊരു പെറ്റായിരുന്നു വാസ്തവത്തിൽ ഹാരിസിൻ്റെ. ഇപ്പോൾ അദ്ദേഹം ഒരു ഔദ്യോഗിക പദവി ഏറ്റെടുക്കുക എന്നുള്ള നിലക്കാണ് പാർട്ടി അദ്ദേഹത്തെ ഒരു വലിയ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് സമൂഹം ഏറ്റവും ആവശ്യമുള്ള ഹാരിസിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം എന്നുള്ളത് ഞങ്ങളിപ്പോൾ അതൊരു ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടോ UDF സ്ഥാനാർത്ഥിയായിട്ടോ മാത്രമല്ല കാണുന്നത്. ഡൽഹിയിൽ കേരളത്തിൻ്റെ ഒരു പ്രതിനിധി, കേരളത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ശബ്ദിക്കാനും അവിടെ ആരെല്ലാമാണോ കാണേണ്ടത് ആ രീതിയിൽ കാണാനും ഒരു സജീവ സാന്നിധ്യം കേരളത്തിന് വേണ്ടി ഉറപ്പുവരുത്തുവാൻ ഹാരിസിൻ്റെ ഈ നിയോഗത്തിലൂടെ ഞങ്ങൾക്ക് സാധിച്ചിരിക്കുകയാണെന്നുള്ളത്. തീർച്ചയായിട്ടും ഞാനിപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളടുത്ത് പറയായിരുന്നു, ഞാനിപ്പോൾ ഏകദേശം 40 വർഷത്തോളമായി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ലൈറ്റുകളുടെ സാന്നിധ്യത്തിൽ ഇവിടെ കയറുന്നത്. അപ്പോൾ എനിക്ക് വലിയൊരു അരോചകമായിട്ട് തോന്നി. കാരണം വെച്ചാൽ ഞാൻ ഇവിടുത്തെ നിത്യസന്ദർശകനാണ്, ഞാൻ ഇവിടുത്തെ ഒരു കുടുംബാംഗം പോലെ തന്നെയായിട്ട് ഞാൻ തന്നെ കരുതുന്ന ഒരാളാണ്. പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ ബഹുമാനപ്പെട്ട തങ്ങൾ കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ആഹ്വാനം തന്നു. അതുകൊണ്ട് തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. രാജ്യസഭയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചതിന് ശേഷം ആദ്യമായിട്ട് വരുന്ന ഒരു വരവാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവ കഴിഞ്ഞ 10 വർഷമായിട്ട് എന്തെല്ലാമാണ് ലോക്സഭയിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്, ഏത് തരത്തിലുള്ള നിയമങ്ങളാണ് ലോക്സഭയിൽ പാസ്സാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ലോക്സഭയിൽ ആ രീതിയിലുള്ള കരിനിയമങ്ങൾ പാസ്സാക്കുമ്പോൾ എന്തായാലും രാജ്യസഭയിലേക്ക് വരും. ലോക്സഭയുടെ ഒരു ചെക്കായിട്ട് മാറാനുള്ള ഒരു ശ്രമം രാജ്യസഭയിലുള്ള അംഗങ്ങളെല്ലാം കൂടി ഒരു ശ്രമം നടത്തും. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഞാനും നിൽക്കും എന്ന് മാത്രമാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. മലപ്പുറം ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിൽ 12ാം വാർഷികാനുബന്ധിച്ച് ഒരു അടിപൊളി ഓഫർ. എന്താന്നല്ലേ, 1/2 പവൻ മുകളിലെ എല്ലാ സ്വർണ്ണാഭരണ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം. 17,000 മുതൽ 1 ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഗോൾഡ് കോയിൻ. 1 ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം. അൺകട്ട് ഡയമണ്ട് ഓർണമെന്റ്സിന് 0% മുതലാണ് പണിക്കൂലി വരുന്നത്. അതിന്റെ പുറമെ ഇതിന്റെ സ്റ്റോൺസിന് 25% ഡിസ്കൗണ്ട് ലഭിക്കുന്നു. വെള്ളി ആഭരണങ്ങൾക്ക് 25% മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് 50% മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ട്. 1 ഗ്രാം മുതലുള്ള റോസ് ഗോൾഡ് ജ്വല്ലറിന്റെ വിപുലമായ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ആന്റിക് ആൻഡ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് 0% മുതലാണ് പണിക്കൂലി വരുന്നത്. തെരഞ്ഞെടുക്കപ്പെടുന്ന 3 വെഡിംഗ് കസ്റ്റമേഴ്സിന് പണിക്കൂലി സൗജന്യം. അതായത് ഫസ്റ്റ് പ്രൈസ് 100%, സെക്കൻഡ് പ്രൈസ് 50%, തേർഡ് പ്രൈസ് 25% പണിക്കൂലിയിലാണ്. ജൂലൈ 31 വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം. അത് കൂടാണ്ട് മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ്, സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ്, തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ. ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്.